പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പറയുന്നൊരു കാര്യമാണ്. യേശു ജനിച്ചത്, യേശു ഈ ലോകത്തിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ എന്ന് പറഞ്ഞാൽ പിതാവിന് സാക്ഷ്യം നൽകുവാൻ. സത്യമാരാണ്? യേശുവാണ്. വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, സത്യത്തിന് സാക്ഷ്യം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ ത്രിത്വത്തിന് തന്നെ സാക്ഷ്യം നൽകുന്നതാണ് സത്യത്തിന് സാക്ഷ്യം നൽകുക. വചനത്തിന് സാക്ഷ്യം നൽകുക, ഇതെല്ലാം അതിനകത്ത് ഉൾക്കൊണ്ടു പോകുന്നതാണ്. സത്യം യേശുവാണ്, സത്യം പിതാവാണ്. കാരണം ഈശോ തന്നെ പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്. പിതാവിൽ നിന്നും നൽകപ്പെട്ട ദൗത്യം ഈ ഭൂമിയിൽ അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തീകരിക്കുക എന്നതായിരുന്നു ഈശോയുടെ ദൗത്യം. അതാണ് സത്യത്തിന്. മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി മാറിക്കൊണ്ട് സത്യം തന്നെയാകുന്ന ഈശോ, വചനം തന്നെയാകുന്ന ഈശോ ഓരോ മനുഷ്യനിലും വന്ന് വാസമുറപ്പിച്ച് അവനെ സ്വന്തമാക്കുവാൻ വന്ന കർത്താവ് പറയുകയാണ്, സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെയെങ്കിൽ തിരുസഭ മക്കളെ ഓരോരുത്തരും വന്ന് ആത്മപരിശോധന ചെയ്യണമേ. മാമോദീസ എന്ന കൂദാശയിലൂടെ ദൈവമായ കർത്താവ് ദത്തെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ മകനായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മാമോദീസ സ്വീകരിച്ച് ഓരോ വ്യക്തികൾക്കും നൽകിക്കൊണ്ട് കർത്താവിൻ്റെ ശിഷ്യനായി അവിടെ നിന്ന് അഭിഷേകം ചെയ്തു കഴിഞ്ഞു. മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയും ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്. ആ ക്രിസ്തുവിൻ്റെ ഈ ശിഷ്യനായി മാറ്റപ്പെട്ട ഒരു ശിഷ്യൻ്റെ ദൗത്യം എന്താണ്? ആ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ സത്യത്തിന് സാക്ഷ്യം നൽകുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ പലരും ഇത് കേൾക്കണമെന്ന് നിർബന്ധമില്ല. അഥവാ കേട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് വലിയ രസമുള്ളതൊന്നുമല്ല, ഇതിനകത്ത് വലിയ കോമഡിയൊന്നുമില്ല. ഒരു വചനവും വചനത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനവുമാണല്ലോ ഇങ്ങനെ കേൾക്കുന്നത്, എത്ര നാളായി കേൾക്കാൻ തുടങ്ങിയിട്ട് എന്ന് ചിന്തിക്കുന്നവർ കാണും. പ്രിയ സഹോദരങ്ങളെ, ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, ഒന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. കർത്താവ് ഈശോ മിശിഹ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകി. അതോടൊപ്പം സ്ഥൈര്യലേപനം എന്ന കുദാശയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിവേശിപ്പിച്ച് വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മളിൽ വന്ന് വാസമർപ്പിച്ച് എന്നെയും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും ഒരു ദൈവത്തിൻ്റെ പൈതലായി ക്രിസ്തുവിൻ്റെ ശിഷ്യനായി അവിടുന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്തുവിന് ഈ ഭൂമിയിൽ സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് നമ്മൾ പങ്കുവെച്ച് കൊടുക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. ആ ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്ന് തിരുസഭയുടെ പ്രവർത്തനവും അതുതന്നെയാണ്. യേശു ക്രിസ്തു തുടങ്ങി വെച്ച ആ പിതാവിൻ്റെ ദൗത്യം ഇന്ന് സഭ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പല മേഖലയും സഭ തുടർന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ സഭയിലുള്ള പല മക്കളും അത് തുടരുന്നില്ല. സഭ വിശ്വാസികളുടെ സമൂഹമാണ് സഭ. അപ്പോൾ സഭ തുടരുമ്പോൾ വിശ്വാസ സമൂഹം ഒന്നടങ്കം ഇത് ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ വിശ്വാസ സമൂഹത്തിന് ഒരുപക്ഷെ അറിവില്ലായിരിക്കാം.
ഈ ബോധ്യം ചെറുപ്പത്തിൽ അവർക്ക് കൊടുത്തിട്ടില്ല. ഈ ബോധ്യത്തിൽ അവരെ വളർത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പോയി. ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് പോയി. കുറേ പേര് ബിസിനസ്സിൻ്റെ മേഖലയിലേക്ക് പോയി. വേറെ ചിലർ സമ്പത്ത് എങ്ങനെ സമ്പാദിക്കണമെന്നുള്ള മേഖലയിലേക്ക് പോയി. വേറെ ചിലരൊക്കെ വിദേശത്തേക്ക് പോയി 10 കാശുണ്ടാക്കാൻ വേണ്ടി പോയി. വേറെ ചിലർ രാഷ്ട്രീയ പരിപാടിയായിട്ട് പോയി. പലരും പല മേഖലകളിലേക്കും പോയി. ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ ഇന്ന് എത്ര ക്രിസ്ത്യാനിയുണ്ട്? ചിന്തിക്കണമേ. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ എത്ര ക്രിസ്ത്യാനിയുണ്ട്? എല്ലാ ക്രിസ്ത്യാനികളും മാമോദിസ സ്വീകരിച്ച് എല്ലാവരും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കേണ്ടവരാണ്. ആദിമസഭയിൽ തൊട്ട് മുമ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചതിൻ്റെ പേരിലാണ് അവർ രക്തസാക്ഷികളായി മാറിയത്. ഇന്ന് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. സത്യസന്ധമായി തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം. അതാണ് ഈശോ അവസാനമായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്ത പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം കൊടുക്കുക. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക. ഇന്നോരോ ക്രിസ്തു വിശ്വാസിയും പഠിക്കേണ്ടത് ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ പഠിക്കാതെ ലോകത്തിൻ്റെ പലതും പഠിച്ചുകൊണ്ട് പോയതിൻ്റെ പേരിലാണ് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ പലർക്കും പറ്റാതെ വന്നേക്കുന്നത്. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണമെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ ഒരു വ്യക്തി പഠിച്ചു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റത്തില്ല. ആ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർ 119 സങ്കീർത്തനത്തിൽ 11-20 മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, കർത്താവ് അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കുവാൻ അവിടുത്തെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. യോഹന്നാൻ 17:10 അവിടുത്തെ വചനമാണ് സത്യം. ആ സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ വേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരും തിരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നു. ഞങ്ങളെ ഓരോരുത്തരെയും മാമോദിസ എന്ന കുദാശയിലൂടെ തിരഞ്ഞെടുത്ത് അവിടുത്തെ ശിഷ്യന്മാരാക്കി മാറ്റി. അങ്ങേക്ക് സാക്ഷ്യ ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ടാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് ലഭിച്ച കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മരണം വരെ അങ്ങേക്ക് സാക്ഷ്യ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.